അഭിലാഷ്. കാണുമ്പോൾ നല്ല എക്സിക്യൂട്ടീവ് ലുക്കൊക്കെ ഇട്ട് നല്ല പക്കായെന്ന്. അപ്പോൾ ഇവൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും മനസ്സിലാവില്ല നമ്മളെ പറ്റിക്കണേന്ന്. എനിക്കുണ്ട അനുഭവം പറയാം. ഞാൻ നാട്ടിലിങ്ങനെ അധികം ജോലിയൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ഞാൻ റോട്ടിൽ പോകുമ്പോൾ ഈ അഭിലാഷൊക്കെ കാണുന്നത്. അഭിലാഷ്, ഹലോ മെൽബിൻ, ഓ എങ്ങനെയുണ്ട്, സുഖമല്ലേ, ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞ് ജോലി അന്വേഷിച്ചാൽ ഉണ്ടാക്കുക. ജോലിയൊന്നും ആയില്ലേ, ഈ നാട്ടിൽ നിന്നിട്ടൊരു കാര്യമില്ല, നീ ഗൾഫിൽ പോകുമ്പോൾ എനിക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും, മാത്രമല്ല എനിക്ക് ജീവനെ ഷോടും. ഞാൻ പറഞ്ഞ എടാ ആഗ്രഹമുണ്ട്, പക്ഷേ ചാൻസ് കിട്ടണ്ടേ, ചാൻസ് പേടിക്കാമെന്ന് വേണ്ട, എടാ നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട്, ഇവൻ ഞാൻ റെഡി ആക്കി തരാം. ഞാൻ ഫോണെടുത്ത് മാറി സംസാരിച്ച് കുറഞ്ഞപ്പോൾ എടാ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്, അബുദാബിയിൽ ഞാൻ ഇലക്ട്രീഷ്യൻ ആവശ്യമുണ്ട്, ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ മാസം 50,000 സാലറി വിത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച, നീ തിങ്കളാഴ്ച പോകാൻ റെഡി ആയിക്കോ. എടാ പെട്ടെന്ന് എന്താണ് പ്രശ്നം, തിങ്കളാഴ്ച 3 ദിവസമില്ലേ, നീ ഒന്ന് ഇതൊക്കെ പെട്ടെന്ന് ചാൻസ് നീ ചെല്ലേ. ഞാൻ പറഞ്ഞ് അതല്ല സംഭവം, നീ പറഞ്ഞ നല്ലൊരു ഓഫറാണ്, പക്ഷെ എനിക്ക് ഭാഗ്യമില്ല. എന്താ എനിക്ക് പാസ്പോർട്ടില്ല, ഞാൻ പാസ്പോർട്ട് തരില്ല, എനിക്ക് ഇത്രയും നാളും പാസ്പോർട്ട് തരില്ല, എനിക്ക് എന്താണ് ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ തന്നെ പാസ്പോർട്ട് ചെയ്യാം. നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട് മട്ടാഞ്ചേരി, അവൻ പെട്ടെന്ന് റെഡി തരും, ഒരു 1000 രൂപ അങ്ങനെ റെഡി തരാം. അപ്പോൾ ഞാൻ 1000 രൂപ കൊടുത്ത് ഞാൻ വന്ന് ഒപ്പിച്ച് കാണാം. പിന്നെ ഗൾഫ് കൊണ്ട് അങ്ങനെ ഞാൻ നടക്കണേ. പക്ഷെ ഇവൻ പോയിട്ട് പിന്നെ ശരിക്കും നേരായ രീതിയിൽ പാസ്പോർട്ടിൻ്റെ സമയം കൊണ്ടും പാസ്പോർട്ട് കൊണ്ടുവന്നില്ല. അവസാനം ഞാൻ ചോദിക്കാമെന്ന് വെച്ച്, അപ്പോൾ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തിന് ഞാൻ വഴി വെച്ച് കാണേ. അപ്പം എൻ്റെ അടുത്ത് വെച്ച് അവൻ ഇങ്ങോട്ട് വെച്ച്, എടാ പിന്നെ എടാ അഭിലാഷിനെ കാണാൻ വന്നെന്ന്. ഞാൻ പറഞ്ഞ് അഭിലാഷ് കണ്ടായിരുന്നു, എന്താടാ? അല്ല അവനെ കഴിഞ്ഞ ദിവസം ക്ലബിൻ്റെ മീറ്റിംഗ് വന്നപ്പോൾ ചോദിക്കണ്ടായി നമ്മുടെ നാട്ടിൽ ആർക്കൊക്കെ പാസ്പോർട്ട് ഇല്ലാത്തതെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ പേരും പറഞ്ഞാൽ നീ വല്ല റെഡിയാക്കി തന്നറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാക്കി തന്നു. അങ്ങനെ നേരെ അവൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് അവൻ ഇതുപോലെ എന്നെ പോലെ പാസ്പോർട്ട് ഇല്ലാത്തമ്മ അടുത്ത് പാസ്പോർട്ട് മേടിച്ചാന്ന് പറഞ്ഞാൽ 1000 രൂപ ചോദിച്ചാൽ അവൻ ഗൾഫിൽ പോയി, അവൻ രക്ഷപ്പെട്ടു. ഇപ്പോൾ ഇതുപോലെ ഇത് ഫോണിൻ്റെ മോശം രീതിയിൽ ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കുന്നില്ല, പക്ഷേ ഫോൺ നല്ല രീതിയിൽ ഉപയോഗിച്ച് ജീവിതത്തിൽ രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. ഇപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെ പല ടിക്ടോക്കിലൂടെയൊക്കെ പിള്ളേർ ഓരോ വീഡിയോസ് ചെയ്ത് വൈറലായി. അപ്പോൾ ഈ ഇടക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ സംഭവമാണ് 2 മെഡിക്കൽ സ്റ്റുഡൻസ് ഡാൻസ് ചെയ്യുന്ന സംഭവം. അപ്പോൾ എൻ്റെ സുഹൃത്തുണ്ട് ജിജോ, ഇവന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഫേമസ് നടക്കണേ. അവൻ ടിക്ടോക്ക് ഭ്രാന്തനാണ്, കണ്ട മനുഷ്യനാന്നിട്ട് കണ്ടുപിടിക്കാൻ കുറച്ച് ടൈം എടുക്കും. കാരണം മുടിയൊക്കെ നീട്ടി വളർത്തി കുറേ കളറൊക്കെ ചെയ്ത്. ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ചേച്ചിമാരൊക്കെ പിള്ളേർക്ക് രാത്രി ചോറ് കൊടുക്കണം, അവൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് കടിക്കാൻ എന്നിട്ടാണ് ഭക്ഷണം കൊടുത്തത്. അപ്പോൾ അങ്ങനെയുള്ള ഇവൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഇവനോർത്ത് നമുക്ക് ഇതുപോലെ ഡാൻസ് ചെയ്ത് വീഡിയോ ഇറക്കിയാലും. അവൻ ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ഒരു ശാന്തം ചേച്ചിയുടെ മോളെയും വിളിച്ചിട്ട് ഒരാഴ്ച ഡാൻസ് പഠിപ്പിച്ച് സംഭവം വീഡിയോ ഒക്കെ എടുത്തിട്ട് സംഭവത്തിൽ വൈറലായില്ല, പക്ഷേ പെണ്ണിപ്പോൾ വയറ്റിലായി, അവൻ്റെ തലയിലായി. പിന്നെ ഈ നമ്മുടെ കൊറോണ വന്നപ്പോൾ കൊറോണയുടെ കാലം വ്യാപകമായ സംഭവമാണ് യൂട്യൂബ് ചാനലുകൾ. ഒരു വീട്ടിൽ 4 പേർക്ക് യൂട്യൂബ് ചാനലാണ്. ഇപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു പരിചയമാത്തവന്മാർ വന്ന് കഴിഞ്ഞിട്ട് ചേട്ടാ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ പറഞ്ഞത് കാലം. അപ്പോൾ പക്ഷേ ഈ യൂട്യൂബ് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഒരുപാട് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ പക്ഷേ യൂട്യൂബിലെ സംഭവം കേട്ട് അബദ്ധമാണ് കൂട്ടാനുണ്ട്. പക്ഷെ നമ്മുടെ കൂട്ടുകാരനാണ് ടാങ്കർ ബിബിൻ. ഇവൻ എന്ന് വെച്ചാൽ വെള്ളമടിയാൻ എപ്പോഴും വെള്ളമടിയുടെ ഉസ്താദാണ്. അപ്പോൾ ഇവൻ നോക്കിയപ്പോൾ യൂട്യൂബേഴ്സും കണ്ട് വെള്ളം അടിച്ചിട്ട് പോലീസ് ഉദിച്ചാൽ പിടിക്കാതിരിക്കാനുള്ള വിദ്യ. അപ്പോൾ ഇവനത് നോക്കി പഠിച്ച്. ഇപ്പോൾ സംഗതി എന്തോ വെളിച്ചെണ്ണയും ചാപ്പിപ്പൊടിയൊക്കെ വെച്ച സംഭവമാണ്. ഇവൻ ആ ധൈര്യത്തിൽ ആ മിക്സ് ഉണ്ടാക്കിയിട്ട് ഇവനൊരു കല്യാണം വീട്ടിൽ പോയിട്ട് ലാഭിച്ച് വെള്ളം അടിച്ചിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് പോകണ്ട, നീ കഴിച്ചിട്ടുണ്ട്, അതൊന്നും പേടിക്കണ്ടാ, പോലീസ് പിടിക്കാനുള്ള പരിപാടിയൊക്കെ നമുക്കറിയാം. ഞങ്ങളോട് അത്ര ഇവൻ നല്ല കോൺഫിഡൻസ് കൊണ്ട് ഞാൻ എന്നെ പിടിക്കൂല. വരും പോയിട്ട് ഇവൻ ഈ മരുന്നും കഴിച്ച് ഈ സാധനം വായിലിട്ട് വെച്ചിട്ട് അവൻ നേരെ വണ്ടി എടുത്ത് വിട്ടണേ. എന്നിട്ട് ഇവൻ നോക്കിയപ്പോൾ പോലീസ് ചെക്കിങ് ഇല്ല. പിന്നെ അവനൊന്ന് പോലീസ് ചെക്കിങ്ങുള്ള വഴികൾ നോക്കി നടന്ന് എന്നിപ്പോൾ ഒരു 2 പോലീസുകാർ 2 വീലർ നിന്നിട്ട് ഊതിക്കുന്നുണ്ട്. ഇവനെ കണ്ടുമില്ല ഇവനെ, പക്ഷേ ഇവനൊക്കെ അവർ കാണാൻ വേണ്ടി ഇവൻ ഹോണൊക്കെ അടിച്ചപ്പോൾ അവർ കണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ വണ്ടി അവിടെ മാറ്റി വെച്ചാണ്, അതിൻ്റെ ബുക്ക് പേപ്പറൊന്നും ഇല്ല. ഇവൻ നേരെ വണ്ടി മാറ്റി വെച്ചിട്ട് നേരെ എന്നിട്ട് അവരോട് സാറേ ഊരട്ടെ. സംഗതി അവർ ഊതി അടിച്ചില്ല, വെള്ളം അടിച്ചിട്ട് സംഭവം പിടിച്ചില്ല, പക്ഷേ അവൻ പിറ്റേ ദിവസം അകത്തായിരുന്നു. അതെന്ത് പറ്റി സംഭവം എന്ന് വെച്ചാൽ ഇവൻ അവർ ഉദിച്ച് കഴിഞ്ഞ് പോയിക്കോന്നവർ പറഞ്ഞപ്പോൾ ഇവൻ ബോധമില്ലാണ്ട് ആ പോലീസുകാർ വന്നിട്ട് 2 വീലറോട്ടാണ് പോയിക്കളഞ്ഞു. അങ്ങനെ പിടിച്ചു മോഷണ സംബന്ധത്തിനകത്തായി. അപ്പോൾ ഇങ്ങനെ ഫോൺ കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട്. നല്ല രീതി ഉപയോഗിച്ചാൽ നല്ലതാണ് ഫോൺ, ചീത്ത ഉപയോഗിച്ചാൽ തല്ലും കൊള്ളും. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനും സ്കൂട്ടാണ് അല്ലെങ്കിൽ പണിയാണ്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, നല്ല രസമായിരുന്നു രമേശ് ചേട്ടാ. മെൽവിനെ, നിങ്ങളുടെ ഗുരു രഞ്ജനോട് എന്റെ അന്വേഷണം പറയണം. തീർച്ചയായും നല്ല രസമായിരുന്നു പെർഫോമൻസ്. എന്താ അറിയാമോ, നിങ്ങൾ വെറുതെ വർത്താനം പറഞ്ഞാൽ തന്നെ നമുക്ക് ചിരി വരും. നിങ്ങളുടെ ഒരു നോട്ടവും നിങ്ങളുടെ ഒരു ആട്ടവും നിങ്ങളുടെ ഒരു പ്രസന്റേഷനും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചില സ്പീഡുകളും ഒക്കെ നല്ല രസമാണ്. ഇതിന് നമ്മൾ ഒരുപാട് പാടുപെടണ്ട. ചില ആൾക്കാർ അങ്ങനെ വർത്താനം പറഞ്ഞാൽ തന്നെ അവരെന്ത് കാര്യം പ്രസന്റ് ചെയ്താലും നമുക്ക് തമാശ പറയുകയാണ്, അത് സീരിയസ് ആയിട്ട് പറയുമോ എല്ലാം തോന്നുന്നൊരു
ഫീലുണ്ട്. അങ്ങനത്തെ ഒരു ഫീലിലാണ് പറഞ്ഞത്. നിങ്ങളുടെ ഭാഷ അതിന് വലിയ കാര്യമായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. കൊച്ചി ഭാഷയും കാര്യങ്ങളൊക്കെ, ആ പോലീസിൻ്റെ ബൈക്ക് എടുത്തുകൊണ്ട് പോയ കഥയും കടം മേടിച്ച മറ്റേ ബംഗാളി ഫോണും കൊണ്ട് ഓടിയ കഥയൊക്കെ ഗംഭീരമായിട്ടുള്ള കഥകളായിരുന്നു. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അനുശ്രീക്ക് ഇഷ്ടമായോ? ഒത്തിരി ഇഷ്ടപ്പെട്ടു. കേൾക്കാനായിട്ട് ഭയങ്കര രസമുണ്ട്. കാരണം ചില വേർഡ്സ് നമ്മളിപ്പം കൊച്ചി സ്ലാങ് ഒരുപാട് മൂവീസിൽ വന്നുകൊണ്ട് ഈ സൗബിൻ ചേട്ടനൊക്കെ ഇങ്ങനെ ചില വേർഡ്സ് ഇങ്ങനെ എപ്പോഴും പറയുന്ന കേട്ടിട്ട് നമുക്ക് ചില വേർഡ്സിനോട് പ്രത്യേക ഇഷ്ടമുണ്ട്. സോ ആ ഒരു ഭാഷ നന്നായിട്ട് സഹായിച്ചു എന്ന് തോന്നി. പിന്നെ എപ്പോഴും ഇങ്ങനെ പ്ലസന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം ഞങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ടും എപ്പോഴും ഒരു ചിരി, അല്ലെങ്കിൽ മൊത്തത്തിൽ നല്ലൊരു പ്ലസന്റ് ആയിരുന്നു. ഫുൾ പെർഫോമൻസ് നന്നായിരുന്നു. അപ്പൊ മെൽവിൻ നല്ല പെർഫോമൻസ് ആയിരുന്നു. രമേശ് ചേട്ടനും അനുശ്രീക്കും പ്രത്യേകിച്ച് ഇഷ്ടമായി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.